എന്തായാലും നോക്കുന്ന പേടിക്കുന്നില്ലോ. എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? നീ എന്നെ ചെയ്തില്ല, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ചെയ്തില്ലേ? ഞാൻ എന്തൊക്കെ എന്തോ ചെയ്തെന്ന് നീ പറയുന്നടി ഉണ്ട. നീ ഒന്നും ചെയ്തില്ല. നീ ചെയ്തെന്തൊക്കെയാ നീ പറയട്ടെ. നീ നല്ല സാധനം. സത്യം പറഞ്ഞടി, ഇവിടെ പേരുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയില്ലേ നീ ലജ്ജയുടെ തലയ്ക്ക് ഫാനിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാന് എങ്ങനെയാ ഫാനൊക്കെ എടുത്ത് തലയിൽ കൂടെ ഇടാ? എന്നെ ഇടുന്നോ? ചേച്ചിനെ വിളിക്കട്ടെ. എന്നാത്തിന് ഞാൻ ചേച്ചിനെ വിളിക്കുന്നേ? നീ പോയിട്ട്. ഞാൻ വേണ്ടി പോകുന്നില്ല. നിന്നെ ഞാൻ ഇന്ന് പൊക്കി തരാടി. നിന്റെ എല്ലാ കള്ളത്തിലും നിർത്തി തരാം. ഇങ്ങനെയുണ്ട് പിള്ളേര്. എന്റെ ദൈവമേ, ആരോ ചെയ്ത പണിക്ക് എന്നെ തലയിൽ കാണുന്ന വരുന്നു. ആരോ ചെയ്ത പണിയൊന്നല്ല, അത് നീ തന്നെ ചെയ്ത പണിയാ. ഓർപ്പ്. എനിക്ക് 100% കൺഫേമാ. 100/100. അയ്യോ, വല്ലാത്തൊരു കഷ്ടം. ഓഫീസിൽ ആരുമില്ലല്ലോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ എവിടെ പോയി? എങ്ങനെയാണ് ഇവിടെ നിന്ന് പോണല്ലോ? ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് പൈസ ഒന്നും വേണ്ട, ഇവിടെ നിന്ന് പോയേക്കാം. അതാവുമ്പോ അവിടെ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് പോവാൻ. അല്ല മോളെ, നിന്നോട് ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞതല്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതൊരു കാര്യത്തിനാ. എന്തിനാന്നൊക്കെ അറിയണോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആന്റിക്ക് അറിയണോ? ഞാൻ പറഞ്ഞുതരാം. വാ മോളെ, നമുക്ക് എന്നാലേ പോയി കിടക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോവാം. എങ്ങോട്ട് പോവാം? എങ്ങോട്ടും പോകുന്നില്ല നമ്മളെ. പിന്നെ ഇവിടെ നിൽക്ക്, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. അതെന്താ മോളെ പോയാല്? പോകുന്നില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിനപ്പുറം മറ്റൊന്നും. നിങ്ങൾ ആരെ തീരുമാനിക്കാൻ? ഇവിടേക്ക് വരുമ്പാരുടെ സമ്മതം വേണ്ടിയിരുന്നല്ലോ. ബാരുടെ സമ്മതം വേണ്ട മോളെ. സ്ത്രീക്ക് പറഞ്ഞില്ല വേണ്ട, ഇവിടുന്ന് പോകാൻ പറ്റില്ല. അതൊന്ന് പോണ്ടെന്നല്ല ആന്റിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. അത്ര തന്നെ, വേറെ ഒന്നും വേണ്ട. കേട്ടോ ആന്റി? മോളെ. എന്തോന്ന് മോളെ? പറഞ്ഞത് ഞാൻ കേട്ടാ മതി. ഇവിടേക്ക് വന്നത് നിങ്ങളാരുടെ സമ്മതം ഇല്ലാതാണെങ്കിൽ പോകുന്നത് ഒരാളുടെ സമ്മതത്തോടെ ആയിരിക്കണം. ആരുടെ മോളെ? അതൊക്കെ വഴിയെ മനസ്സിലാവും. കേട്ടോ? കേട്ടാലേ? വഴിയെ മനസ്സിലാവും. അല്ല മോളെ, എന്ത് ഈ കൊച്ചത് എന്തൊക്കെയായി പറയുന്നേ? മോളെ കുഞ്ഞൂസേ, മോള് എവിടെയാ? എന്തൊക്കെയാ ആന്റി അടുത്ത് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളു. അതൊക്കെ മനസ്സിലായിക്കോളും. ഇപ്പോഴേ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും. കേട്ടോ? വഴിയെ എല്ലാം ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട് എല്ലാവർക്കും. അല്ല ദൈവമേ, കൊച്ചെന്തോന്നായി പറയുന്നേ? പോയോ? അയ്യോ, ആരാ എന്റെ മുഖത്തിട്ട് അടിച്ചത്? അയ്യോ, അയ്യോ, രക്ഷിക്കണേ. അയ്യോ, ഞാനിത് പറക്കുന്നേ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അയ്യോ, എന്നെ ആരേലൊക്കെ ഒന്ന് രക്ഷിക്കണേ. ആരുമില്ലേ? ഇവിടെ പ്രേതമുണ്ട്. അയ്യോ, ഇവിടെ ആരും ഇല്ലേ എന്നൊന്ന് രക്ഷിക്കാനായിട്ട്? ഞാൻ രക്ഷിച്ചാ മതി. നീയും പ്രേതവാടി. എനിക്ക് നിന്നെ മനസ്സിലായി. നീയും പ്രേതവാ. അയ്യോ, നീയും പ്രേതവാ. അയ്യോ, പറക്കാൻ ഇഷ്ടമാണോ? വാ, നമുക്ക് പറക്കാം. രാജാവിന്റെ പക്കം. ഓ, എന്താ ആന്റി, നന്ദിയുടെ ഫുഡ് തീറ്റിയാണല്ലോ. എന്നാ കനവാന്നേ. പ്രേതമല്ലേ, അങ്ങ് ഏറ്റിക്ക്. പറക്കാം, എല്ലാം പറക്കാം. പറന്ന പറവകൾ, പറവകളിലായി പറവകൾ, ഇങ്ങനെയും പറവകൾ. ശരിക്കും ഞാനാ പ്രേതം, നിങ്ങളാ പ്രേതം? ആരായാലും കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് എന്നെ പേടിയാവുന്നില്ല? ഇല്ല, പുറത്ത് കാണിക്കുന്നില്ലേ ഉള്ളൂ. അകത്തെന്റെ മനം ഇങ്ങനെ പൊളഞ്ഞോണ്ടിരിക്കുക. എന്റെ ടെൻഷനെ എനിക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവോ? നിങ്ങൾക്കൊന്നും എന്റെ ടെൻഷൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ നെഞ്ച് പൊട്ടാറായിരിക്കുക. അയ്യോ, നടക്കത്തള്ളേ. ഈ ആന്റി ഇത്
കുറെ നേരാവില്ല പോയിട്ട് ഇപ്പഴും റൂം വെക്കേറ്റ് ചെയ്യാനായില്ലേ? നീയല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്? അയ്യന് മനമേ, ഇപ്പൊ ഒക്കെ എന്റെ തലയിൽ കിട്ടും. അല്ലെങ്കിൽ എല്ലാം തലയിൽ കിട്ടാൻ ഞാൻ മാത്രല്ലേ ഉള്ളൂ. അല്ല, നീ കാരണമല്ലേ ആന്റി ഇവിടെ പേടിച്ച് പോകാൻ വന്നേ. നീയല്ലേ ഒരു പ്രേതകഥകളൊക്കെ ഇല്ലാത്തത് ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? ഇല്ലാത്തതൊന്നല്ല മോളെ, ഉള്ളത് തന്നെയാ. നിന്റെ കാലെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇവിടെ എന്റെ കാലിങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ ശരിയായല്ലോ. നീ തന്നെയാണ് ആ വടയിച്ചി. അപ്പൊ നിന്റെ ദേഹത്ത് പ്രേതമുണ്ടോ? ഇല്ല, എന്റെ ദേഹത്ത് പ്രേതമൊന്നുമില്ല. എന്നെ നീ ഇനി പ്രേതം കൂടെ ആക്കല്ല. പിന്നെ എന്ത് പാടി നിന്റെ കാലം അങ്ങനെ ആയത്? ഞാൻ ആക്കി വെച്ചതാ അങ്ങനെ കാലം. ഞാൻ ആക്കി വെച്ചതാ. നിന്റെ കാല് തന്നെയല്ലേ അത്? എടി, നീ ഒരു വടയിച്ചു തന്നെ എന്നോട് നേരത്തെ പറഞ്ഞൂടായിരുന്നു. എന്നാ പിന്നെ നിന്നെ കൂടി ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. അമ്മേ, വടയിച്ചി. ഇവിടുത്തെ വടയിച്ചി. ഞാൻ വടയിച്ചൊന്നുമല്ല. എനിക്കൊരു കുഴപ്പമില്ല. എല്ലാരും കൂടി എന്നെ എച്ചിയും പ്രേതമൊക്കെ ആക്കിക്കോ. ഞാനൊന്നും അറിഞ്ഞില്ല. എനിക്കൊന്നും അറിയേയില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എന്റെ തല വെട്ടി പൊളിയുന്നു. What is happening here?